ബാർക്കോഴ കേസിൽ പ്രോസിക്യൂഷൻ വിജിലൻസ് കോടതിയിലെടുത്ത നിലപാട് അന്വേഷണ ഉദ്യോഗസ്ഥൻ സുകേശനെ വിജിലൻസ് ഇന്ന് കോടതിയിൽ തള്ളിപ്പറഞ്ഞു. SP സുകേശന്റെ അന്വേഷണത്തിൽ വിശ്വാസ്യതയില്ലെന്നും ഇദ്ദേഹത്തിന്റെ മുൻകാല ചരിത്രം പരിശോധിക്കണമെന്നും വിജിലൻസ് നിലപാടെടുത്തു. എന്നാൽ വിജിലൻസിന്റെ നിലപാടിൽ കോടതി അത്ഭുതം രേഖപ്പെടുത്തി. വിശ്വാസമില്ലാത്ത ഒരു ഉദ്യോഗസ്ഥനെ എങ്ങനെ ആ സ്ഥാനത്ത് വച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് വിജിലൻസ് കോടതി ചോദിച്ചു. ഈ വിഷയം ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുമ്പോൾ P. ജയരാജൻ, D. സുഗതൻ, അഡ്വക്കേറ്റ് KP ജയചന്ദ്രൻ, P. രാജൻ ഒപ്പം ബിജു രമേശിനെയും പ്രതീക്ഷിക്കുന്നു. ആദ്യം അഡ്വക്കേറ്റ് KP ജയചന്ദ്രനിലേക്ക് ക്ഷമിക്കുക. P. ജയരാജൻ അടക്കമുള്ളവർ വരുമ്പോൾ ഇതിലെ ഏറ്റവും നിർണായകം രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം വരുമ്പോൾ തന്നെ നിയമ നടപടികളുടെ കാര്യങ്ങൾക്കും വളരെ പ്രസക്തിയുണ്ട്. P. ജയരാജനിലേക്ക് വരുന്നതിന് മുമ്പ് അഡ്വക്കേറ്റ് KP ജയചന്ദ്രനിലേക്ക്. ശ്രീ ജയചന്ദ്രൻ, രാഷ്ട്രീയ വശങ്ങൾ ഇതിൻ്റെ ഏറ്റവും പ്രസക്തമായ വശമാണ്. കോടതിയുടെ നിലപാടുകളിലൊക്കെയും രാഷ്ട്രീയ നിലപാടിന് അത് ആരുടെ ആയാലും അവരെ സംരക്ഷിക്കുക ഭാവിയിലെങ്കിലും അതുതന്നെയായിരിക്കും പ്രോസിക്യൂഷന്റെ നിലപാടായി സർക്കാരിൻ്റെ വാദം കോടതിയിൽ വരുന്നു എന്ന് വിവക്ഷിച്ചാൽ ഇന്ന് കോടതിയിൽ നടന്ന നടപടികൾ ഒരു കേസിൽ ഒരു പ്രോസിക്യൂഷൻ എടുക്കുന്ന നിലപാട് എന്തെങ്കിലും വൈചിത്ര്യം താങ്കൾ കാണുന്നുണ്ടോ? വിരോധാഭാസം എന്ന് ആരെങ്കിലും അതിനെ വിശേഷിപ്പിച്ചാൽ കോടതി തന്നെ അത്ഭുതപ്പെടുമ്പോൾ നീതീകരിക്കപ്പെടുമോ? സ്വാഭാവികമായും ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന രീതിയിലാണ് പ്രോസിക്യൂഷൻ വാദം ആരംഭിച്ചത് തന്നെ. രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ സമൂഹത്തിൽ വരേണ്ട അല്ലെങ്കിൽ സമൂഹം മുഴുവൻ അറിയേണ്ട ഒരു വിഷയമാണ് ഈ ബാർക്കോഴ എന്ന് പറയുന്നത്. ശ്രീ KM മാണിയെ സംബന്ധിച്ച് അദ്ദേഹം സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിമാരിൽ ഒരാളാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് കൂടിയാണ്. മറുഭാഗത്ത് 8ഓളം പരാതിക്കാർ ഈ കേസിലെ ഫൈനൽ റിപ്പോർട്ട് അല്ലെങ്കിൽ റഫർ ചെയ്ത റിപ്പോർട്ട് പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്തിരിക്കുന്ന ഹർജികൾ, ആ ഹർജികളിലുള്ള വാദം ഏകദേശം തീരാറായി. എന്നാൽ അതിൽ ചില ആളുകൾക്കുള്ള അസൗകര്യം മൂലം അത് ഇന്നലെ തന്നെ പ്രോസിക്യൂഷൻ ആ വാദം ഏറ്റെടുത്ത് പ്രോസിക്യൂഷൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ രാഷ്ട്രീയ പ്രേരിതമായ ഹർജിയാണ് ഇതെന്നാണ്. എന്നാൽ വളരെ വിചിത്രമായ ഒരു കാര്യം, ഞാൻ ആ കേസിൽ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ലോയേഴ്സ് എന്ന് പറയുന്ന അഭിഭാഷക സംഘടനയ്ക്ക് വേണ്ടി അതിൽ ഹാജരാകുന്ന ഒരു അഭിഭാഷകനാണ്. ഇന്ന് ഞാൻ എൻ്റെ വാദം പൂർത്തിയാക്കുകയും ചെയ്തു. പക്ഷേ വളരെ വിചിത്രമായ ഒരു കാര്യം, ഈ പ്രോസിക്യൂഷൻ പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയുമ്പോൾ തന്നെ പ്രോസിക്യൂഷൻ വിജിലൻസിനെ തള്ളിക്കൊണ്ടാണോ ഒരു വാദമുഖം നിരത്തി വെക്കുന്നത് എന്ന് ഞാനൊരു സംശയം ഇന്ന് കോടതിയിൽ പ്രകടിപ്പിച്ചു. കാരണം വിജിലൻസിനെ തള്ളി പറഞ്ഞുകൊണ്ട് വിജിലൻസ് ഉദ്യോഗസ്ഥന്മാരുടെ ചില നിഗമനങ്ങൾ തെറ്റാണെന്നും ചില നിഗമനങ്ങൾ ശരിയാണെന്നും എന്നും പറഞ്ഞുകൊണ്ടുള്ള വിചിത്രമായ ഒരു വാദമാണ് അവിടെ നടക്കുന്നത്. ബാർക്കോഴ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ സുകേശനെ എന്തിന് വിജിലൻസ് കോടതിയിൽ തള്ളിപ്പറയണം? D. സുഗതനിലേക്ക്. ശ്രീ D. സുഗതൻ, ബിജു രമേശ് പറഞ്ഞതനുസരിച്ചായാലും അഡ്വക്കേറ്റ് KP ജയചന്ദ്രൻ ചൂണ്ടിക്കാണിച്ചതനുസരിച്ചായാലും P. ജയരാജൻ ചൂണ്ടിക്കാണിച്ചതനുസരിച്ചായാലും ഞാൻ ഈ പേരുകൾ ചൂണ്ടിക്കാണിക്കാൻ കാരണം സമൂഹത്തിലെ വ്യത്യസ്ത തലങ്ങളിലുള്ളവർ ഒരേ അഭിപ്രായം. താങ്കളുടെ മുന്നിൽ P. ജയരാജൻ പിൻ പോയിന്റ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിച്ചു. വ്യക്തമായ ഉത്തരമുണ്ടോ താങ്കൾക്ക്? P. ജയരാജൻ പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കേസിൻ്റെ നാൾ വഴി നമ്മളെല്ലാവരും ഓർക്കണം. ബിജു രമേശ് കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചു. അതൊരു പരാതിയായി എഴുതിക്കൊണ്ട് ഡയറക്ടർ കൊടുത്തത് VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവ് ഡയറക്ടർ കൊടുത്ത പരാതിയിന്മേലാണ് ഈ കേസ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ മറന്നുപോകരുത്. അങ്ങനെയാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് എന്താണ് D. സുഗതൻ അവിടെ VS അച്യുതാനന്ദനോ പ്രതിപക്ഷ നേതാവോ അതിനപ്പുറത്തേക്ക് കോടതിയിലേക്ക് പോകാൻ ഏതൊരു പൗരനും അവകാശമുണ്ട്. VS അച്യുതാനന്ദന് പകരം ഒരു V. അച്യുതാനന്ദൻ പോയാൽ എന്താണ് അതിലെ സാങ്കത്യക്കുറവ്? എന്താണ് അക്കാര്യം താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്? ഞാൻ പറഞ്ഞ കേസിൻ്റെ നാൾ വഴി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വിൻസെൻ്റ് പോളിൽ ഡയറക്ടർ കൊടുത്ത പരാതിയാണ് അന്വേഷിച്ചത്. ആ പരാതിയെ അന്വേഷിച്ച റിപ്പോർട്ട് വന്നപ്പോൾ അതിന്മേൽ തീരുമാനമെടുത്തത് അദ്ദേഹമാണ്. തെളിവില്ലെന്ന് കണ്ടെത്തി തള്ളി. ആ റഫർ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് കേസ് ഈ കോടതിയിൽ. റഫർ റിപ്പോർട്ടിന് ആക്ഷേപം കൊടുത്ത ചർച്ചയാണ് ഇപ്പോഴത്തെ. അത് മാത്രമല്ല, തുടരന്വേഷണം വേണമെന്ന അടക്കമുള്ള ഹർജികൾ VS സുനിൽകുമാറിന്റേത്, സാറ ജോസഫിന്റേത് അടക്കമുള്ള ഹർജികൾ കോടതി പരിഗണിക്കുന്നുണ്ട്. ശ്രീ KP ജയചന്ദ്രൻ, ഞാൻ പറഞ്ഞത് ശരിയാണോ? യെസ്, അത്തരം കാര്യങ്ങളും ഉണ്ട് വിജിലൻസ് കോടതിയിൽ. ശ്രീ D. സുഗതൻ, ആദ്യം അന്വേഷണം നടത്തിയിട്ട് റഫർ റിപ്പോർട്ടിന്മേൽ ആക്ഷേപം കൊടുക്കുകയാണ്. അതാണ് അതിന്റെ നടപടിക്രമം.
അഡ്വക്കേറ്റ് കെ പി ജയചന്ദ്രൻ അതിനൊരു വ്യക്തത വേണം. ഡി സുഗതൻ വാദിക്കുന്ന ആ നിലപാട്, ഡി സുഗതൻ താങ്കൾക്ക് താങ്കളുടേതായ നിലപാട്, അതിലെ രാഷ്ട്രീയവും ഞാൻ വളരെയേറെ ബഹുമാനിക്കുന്നു. എൻ്റെ ടീം താങ്കളുടെ നിലപാടിനോട് ബഹുമാനിക്കുന്നുണ്ട്. താങ്കൾക്ക് പരിമിതിയും ഉണ്ടായിരിക്കാം, പക്ഷേ വസ്തുതകൾ പ്രേക്ഷകർ അറിയണം. താങ്കളുടെ ആ നിലപാട് ശരിയാണോ? അഡ്വക്കേറ്റ് കെ പി ജയചന്ദ്രനിലേക്ക്. അല്ല, ഈ റഫർ റിപ്പോർട്ട് അതാണ് ഈ ഫൈനൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞ് ഫയൽ ചെയ്തത്. അപ്പോൾ അതിലെ അഗ്രീവ്ഡ് പാർട്ടീസ് എന്ന് പറയുന്നത് കേരളത്തിലെ പൊതുസമൂഹമാണ്. ആ പൊതുസമൂഹത്തിൽ പല പ്രസ്ഥാനങ്ങളെയും പല സംഘടനകളെയും പ്രതിനിധീകരിച്ച് നിരവധി ആളുകൾ പരാതിക്കാരായി വന്നിട്ടുണ്ട്. പ്രൊട്ടസ്റ്റ് കംപ്ലൈൻ്റ് എന്ന് തന്നെ പറയും. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ KM മാണി സാറിന് വേണ്ടി ഹാജരായ തൊടുപുഴയിലെ ഒരു അഭിഭാഷകൻ, ആ അഭിഭാഷകന് വേണ്ടി ശ്രീകുമാർ ഏത് കപ്പാസിറ്റിയിൽ വന്ന് ഇവിടെ ഹാജരായി? ഒരു പ്രൊട്ടസ്റ്റ് കംപ്ലൈൻറ്റിൻ്റെ പുറത്ത് അഗ്രീവ്ഡ് പാർട്ടീസിന് വരാം എന്നുള്ള ഒരു നിയമം നിലനിൽക്കെ എങ്ങനെ ശ്രീകുമാർ എന്ന് പറയുന്ന സീനിയർ ഡെസിഗ്നേറ്റായ അഭിഭാഷകൻ, സണ്ണി ജോസഫ് എന്ന് പറയുന്ന ശ്രീ KM മാണി സാറിൻ്റെ പാർട്ടിക്കാരനായ തൊടുപുഴയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകന് വേണ്ടി ഇവിടെ ഒന്ന് ഹാജരായി? ശ്രീ ഡി സുഗതൻ, അത്തരത്തിലാണ് വിവിധ ചോദ്യങ്ങൾ ഉയരുന്നത്. ഇതിപ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞതല്ലോ. ഈ പ്രൊട്ടസ്റ്റ് കംപ്ലൈൻ്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. റഫർ ചെയ്ത കേസിൽ പ്രൊട്ടസ്റ്റ് കംപ്ലൈൻറ്റ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ നിലപാട് താങ്കളോട് അംഗീകരിച്ചുകൊണ്ട് തന്നെ ശ്രീ ഡി സുഗതൻ, ഒറ്റ ചോദ്യം. ഇന്നത്തെ വാർത്ത താങ്കൾക്ക് എല്ലാവർക്കും അറിയാം. കോടതിയിൽ കക്ഷിയുടെ ഭാഗമായ ഒരു കക്ഷിയെ പ്രോസിക്യൂഷൻ തള്ളിപ്പറഞ്ഞാൽ കോടതി ചോദിക്കുന്നു, ഇപ്പോൾ ബിജു രമേശ് പറയുന്നതനുസരിച്ച് പ്രതിയെ രക്ഷിക്കുന്ന വക്കീൽ, ആ അർത്ഥത്തിൽ അതെങ്ങനെ, എന്ത് ലോജിക്കാണ് ഒരു അഭിഭാഷകൻ എന്നുള്ള രീതിയിൽ, വളരെ പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ താങ്കൾക്ക് അതിനെ ന്യായീകരിക്കാൻ കഴിയുക? അല്ല, അന്വേഷണത്തിലെ പോരായ്മ ഉണ്ടെങ്കിൽ പറയാമല്ലോ. അന്വേഷണത്തിൽ പോരായ്മയുണ്ടെന്നുള്ള സമ്മതം മാത്രമാണത്, അത്രേ ഉള്ളൂ. ആര് സമ്മതിക്കുന്നു? അന്വേഷണത്തിൽ ഡിഫക്ട്സ് ഉണ്ടെന്നുള്ള സമ്മതമാണ്, അത് മാത്രമാണ് ഉണ്ടായത്. അതായത് സുകേശന്റെ അന്വേഷണത്തിൽ പോരായ്മയുണ്ടെന്ന് പ്രോസിക്യൂട്ടർ പറയുന്നു സുകേശന്റെ അന്വേഷണത്തിൽ പോരായ്മയുണ്ട്. പോരായ്മയല്ല, സുകേശൻ അന്വേഷണത്തിന് വന്ന റിപ്പോർട്ട് ശരിയല്ല, പോരായ്മയല്ല, ശരിയല്ല, അത് ശരിയല്ല എന്നാണ് പറഞ്ഞത്. എന്ന് പ്രോസിക്യൂഷൻ പറയുമ്പോൾ അഡ്വക്കേറ്റ് കെ പി ജയചന്ദ്രൻ, എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് സുകേശന്റെയും, വളരെ ചുരുക്കിയായിരിക്കണം, സുകേശന്റെയും ഡി സുഗതന്റെയും നിലപാടിൽ എന്തെങ്കിലും തരത്തിൽ കോൺട്രഡിക്ഷൻസ് ഉണ്ടോ? കാരണം മാധ്യമങ്ങളടക്കം വലിയ തോതിൽ ഇക്കാര്യം ഇന്ന് വാർത്തയാക്കിയിട്ടുണ്ട്.